ഹായ് ഫ്രണ്ട്സ്, മോർ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാവിലെ ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചിട്ടാണ് ജോലിയൊക്കെ ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഞങ്ങൾ പാൽ ചായ കുടിക്കൽ കുറച്ച് കൂടുതലാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചായ കുടിക്കാറുണ്ട്. ഞാനിപ്പോൾ കുടിക്കുന്നതാണ്, നിമോഷനും അതിൻ്റെ ഒപ്പം കുടിക്കാറുണ്ട്. അങ്ങനെ രാവിലെ ഞാൻ ചിക്കൻ കറിയൊക്കെ വയ്ക്കുവാണ്. അച്ചിക്കുട്ടൻ ഇന്ന് സ്കൂളുണ്ട്. അച്ചിക്കുട്ടൻ സ്കൂളിലൊക്കെ പോയി. അപ്പോൾ സവാളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം അരിഞ്ഞൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ഞാൻ വെക്കാനായിട്ട് വന്നത് കിച്ചണിലോട്ട്. എല്ലാം ഞാൻ നേരത്തെ അരിഞ്ഞൊക്കെ വെച്ചായിരുന്നു. ഇത് കഴിഞ്ഞ ദിവസം വാങ്ങിച്ചതിൻ്റെ ചിക്കനായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഫ്രൈ ചെയ്തായിരുന്നു. അതിൻ്റെ ഫ്രൈ കുറച്ച് ബാലൻസ് ഇരിപ്പുണ്ട്. അങ്ങനെ നമ്മുടെ സവാളയൊക്കെ വാടി വന്നപ്പോഴത്തേക്ക് ഞാൻ പൊടിയൊക്കെ ഇടുവാണ്. പൊടി ഐറ്റംസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചാൽ എനിക്കിപ്പോൾ കിച്ചണിൽ നമ്മളിനി 2-3 ദിവസം ആയി വരുമ്പോഴേ ഉള്ള ഞാൻ പൊടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ പൊടികളൊക്കെ ഇട്ടു. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എപ്പോഴും ഞാൻ വീഡിയോസ് ചിക്കൻ കറിയൊക്കെ കാണിക്കുന്ന കാരണം ഫുള്ളായിട്ടൊന്നും ഞാൻ എടുക്കാനത്. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് മാക്സിമം ഒരാഴ്ചയൊക്കെ മേലെ ആയിട്ടുണ്ടാവും. വീട് ഫുള്ള് ഞാൻ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ക്ലീൻ ചെയ്യുന്ന വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല. പെട്ടെന്ന് എനിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പെട്ടെന്ന് എടുക്കണമെന്നുള്ള ഇതായിരുന്നു. അമ്പക്കുട്ടനുമായിട്ട് വീഡിയോസ് എടുക്കലും പിന്നെ ക്ലീനിങ്ങും കൂടെ ഒരുമിച്ച് എനിക്ക് പോവില്ല മുന്നോട്ട്. അതുകൊണ്ടിട്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും എടുക്കാനത്. അപ്പോൾ ഇന്നലെ ഞങ്ങളുടെ കിച്ചൺ വരെ ആക്കി. കിച്ചണായിരുന്നു ലാസ്റ്റ് ഭയങ്കരമായിട്ടും പാടായി പോയത്. മേളിലത്തെ റൂമൊക്കെ പെട്ടെന്ന് കഴിഞ്ഞായിരുന്നു. പിന്നെ ഞാൻ ഒറ്റയടിക്ക് എല്ലാം ചെയ്തില്ല. മേളിലത്തെ റൂം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി കുറേ നേരമൊക്കെ അമ്പക്കുട്ടൻ്റെ ആ ഉറക്കം കഴിഞ്ഞ് വരുമ്പോൾ അവന് കുറച്ച് വാശി നിർബന്ധമൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഒപ്പം പിന്നെ അവൻ്റെ ഒപ്പം ആ വാശി നിർബന്ധമൊക്കെ മാറ്റാൻ അങ്ങനെയൊക്കെ പോയി. അങ്ങനെ ഒരാഴ്ച എടുത്തായിരുന്നു എനിക്ക് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിയാനായിട്ട്. എന്തായാലും വീട് ഫുള്ളായിട്ട് ക്ലീനിങ് കാര്യങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഞാൻ കിച്ചൺ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തിയിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ കിച്ചൻ്റെ മേളിൽ നമ്മുടെ ഇവിടെ ഈ പാത്രങ്ങൾ ഫുള്ള് ഇരുന്ന് വെച്ചത് ഇവിടെ ഈ സൈഡിൽ നിന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം താഴോട്ട് ഇറക്കിയായിരുന്നു. അത് ഫുള്ളായിട്ട് എല്ലാം എടുത്ത് ക്ലീൻ ചെയ്ത് കഴുകി നിമോചേട്ടൻ ചാക്കിനകത്തൊക്കെ ആക്കി. നമ്മളത് ഉപയോഗിക്കാത്ത പാത്രങ്ങളൊക്കെയാണ് കേട്ടോ. എന്ന് വെച്ചാൽ മോശമല്ല, എല്ലാം നല്ല പാത്രങ്ങൾ തന്നെ. പക്ഷെ നമ്മൾ ഉപയോഗിക്കാത്തതെല്ലാം നമ്മളൊരു പാത്രത്തിലാക്കി ക്ലീൻ ചെയ്തൊക്കെ അങ്ങനെ വെച്ചു. പിന്നെ ഈ സ്റ്റാൻഡ് ഫുള്ളായിട്ട് ഞാൻ ഇറക്കി. സ്റ്റാൻഡൊക്കെ ഞാൻ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് എല്ലാം റെഡിയാക്കി. അങ്ങനെ ഇന്നലെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് എനിക്ക് രക്ഷപ്പെട്ടു. പിന്നെ ഇവിടെ മാറ്റം വരുത്തി എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഫുള്ള് ഇറക്കിയായിരുന്നു. ഇത് ഞാൻ ഫുള്ള് ഇറക്കിയിട്ട് ആ ഗ്ലാസ്സുകളൊക്കെ മേളിൽ വെച്ചായിരുന്നു. ബൗളുകൾ അത് നമ്മൾ ഇടയ്ക്ക് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റിയില്ല, അതിൻ്റെ മേളിൽ തന്നെ വെച്ചു. പിന്നെ ഇവിടെ നമ്മുടെ പൊടി ഐറ്റംസൊക്കെ താഴ്ത്തും മേളിലുമായിട്ട് വെച്ചു. ആ പൊടി ഐറ്റംസിൻ്റെ പാത്രം ഒന്നും ഞാൻ കഴുകാനൊന്നും ചെയ്തില്ല. അതെനിക്ക് ഈ പ്രാവശ്യം എന്തായാലും മാറ്റണം. അങ്ങനെ ഇവിടെ നമ്മൾ പൊടി ഐറ്റംസ് ഇവിടെ അല്ലാട്ടോ ഇരുന്ന് വെച്ചത്. പിന്നെ കിച്ചൻ്റെ അവിടെ ജനൽ, പിന്നെ ഇവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ മാറ്റിയായിരുന്നു. പിന്നെ ഇവിടെ അതുപോലെ തന്നെ ഫുള്ളായിട്ട് ഇറക്കി. നിമോചനും കുറേയൊക്കെ ഹെൽപ്പ് ചെയ്തു. ഇന്നലെ നല്ല വെയിലുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ ഇവിടെ അപ്പോൾ പയർ വർഗ്ഗങ്ങൾ ഇവിടെയാണ് കേട്ടോ വെക്കുന്നത്. ഈ ബോട്ടിലൊക്കെ എല്ലാം ഞാൻ കഴുകി ക്ലീൻ ചെയ്തു. പിന്നെ പൊടി ഐറ്റംസൊക്കെ അങ്ങനെ. പിന്നെ ഒന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല, എനിക്കെല്ലാം കഴിഞ്ഞിരിക്കും. ഇനി അതൊക്കെ ഇനി വാങ്ങിച്ച് ഞാനപ്പോൾ ഒന്നും വാങ്ങിക്കാതെ ഈ ബോട്ടിലൊക്കെ എനിക്ക് ക്ലീൻ ചെയ്യണമായിരുന്നു. അപ്പോൾ ക്ലീൻ ചെയ്തെല്ലാം ഉണക്കിയൊക്കെ എടുത്തായിരുന്നു. അങ്ങനെ ഇവിടെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കിച്ചൺ ഫുള്ള് ഞാൻ റെഡിയാക്കി. അങ്ങനെ കിച്ചണിൻ്റെ ജോലിയൊക്കെ ഇന്നലെ ഞാനപ്പോൾ ഫുള്ളായിട്ട് തീർത്തു കൂട്ടാ. അങ്ങനെ കിച്ചണിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് പൊടികൾ ഇട്ട് വയ്ക്കുന്ന പാത്രമൊന്നും പിന്നീട് ഞാൻ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ പുതിയ ബോട്ടിൽ മേടിച്ചിട്ട് പുതിയ ഐറ്റം വാങ്ങിക്കുന്നതല്ല അതിനകത്ത് തന്നെ ഇട്ട് വയ്ക്കാം. അപ്പോൾ ഇതൊക്കെ മാറ്റാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെയായിരുന്നു ഇന്നലത്തെ വരെയുള്ള വിശേഷങ്ങൾ. മൊത്തം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. അതുകൊണ്ടാണ് ഈ വീഡിയോസ് ഒന്നും എടുക്കാനത്. വീട് ക്ലീൻ ചെയ്യാൻ നിന്നപ്പോൾ എനിക്ക് മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് എങ്ങനെയെങ്കിലും തീർക്കണം എന്നുള്ള ഇതായിപ്പോയി. അങ്ങനെ അപ്പോൾ നാളെ 1-ാം തീയതിയാണ്. അപ്പോൾ കർക്കിടക മാസത്തിൽ ലാസ്റ്റത്തെ ദിവസമാണ് കേട്ടോ ഇന്ന്. അപ്പോൾ എനിക്കിനി മുറ്റത്ത് കുറച്ച് ജോലികളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യണം. പിന്നെ ഇന്ന് ഞങ്ങൾ രാവിലെ ഞാൻ ഇന്ന് കറിയൊക്കെ വെച്ചായിരുന്നു. കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ ഇന്നലെ ഞാൻ ഫ്രൈ ചെയ്തതിൻ്റെ ബാലൻസ് ഉണ്ടായത് എടുത്ത് കറിയാക്കി. അങ്ങനെ അതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതാണ് നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട് കേട്ടോ.
അപ്പോൾ ചിക്കൻ കറിയിൽ ഇനി കുറച്ച് മല്ലിയിലേക്ക് ഇട്ട് കൊടുക്കാനുണ്ട്. അങ്ങനെ മല്ലിയിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഊണ് കഴിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. അപ്പോൾ ഇനി വീഡിയോസ് കാണുമ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. ഇത്രയും നാളും സപ്പോർട്ട് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ ഇനിയും സപ്പോർട്ട് ഇതേപോലെ തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് കാണുന്നവരും എല്ലാവർക്കും ബൈ.